ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഫുൾ പട്ടിയാലയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇതേ തുണി ഇതാ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? ഇത് കണ്ടോ, രണ്ടായിട്ടാണ് ഈ തുണി കിടക്കുന്നത്. ഇതിനെ നമുക്കിനി നാലായിട്ട് മടക്കണ്ടേ? നമുക്ക് ഈ പാൻറ്റിന് ഇത് ഫുൾ പട്ടിയാലല്ലേ? ഈ ഫുൾ പട്ടിയാല പാൻറ്റിന് നമ്മളിത് ഈ എൻഡ് ഉണ്ടല്ലോ, ഈ കോണ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരറ്റവും പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കാം. ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കാം. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കിയല്ലോ. മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെ നൂത്തിടണം. ഓക്കെ, നമ്മൾ കോണായിട്ട് മടക്കിയ സ്ഥലമായത് ഇങ്ങനെ നൂത്തിടണം. ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് 4 പീസായല്ലോ. രണ്ട് 4 പീസായി. അപ്പോൾ നമ്മൾ കോണായിട്ട് മടക്കിയിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്ട്രാ തുണി കണ്ടോ, ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്നു. ഇത് എക്സ്ട്രാ വന്നിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അതിനെ നമ്മൾ വെട്ടി മാറ്റണം. ഇത് നമുക്ക് വേസ്റ്റ് പാൻറ്റിന് വേണം. ഈ തുണിയാണ് നമ്മൾ വേസ്റ്റ് പാൻറ്റിന്. അത് നമ്മൾ ഇങ്ങനെയാണ് വെട്ടി മാറ്റും. കണ്ടോ, കാണാമല്ലോ അല്ലേ? ഇതിങ്ങനെ വെട്ടി മാറ്റി. ഓക്കെ, ഇങ്ങനെ വെട്ടി മാറ്റുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ വേസ്റ്റ് പാൻറ്റിന് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് അടഞ്ഞ വശമാണ് അല്ലേ? ഇത് ഓപ്പൺ സൈഡാണ്. നമുക്ക് ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഓപ്പൺ സൈഡാണ് നമ്മൾ ക്രോച്ച് ഏരിയ ആയിട്ട് എടുക്കുന്നത്. ഈ വേസ്റ്റ് ഓപ്പൺ സൈഡാണ് അല്ലേ? അപ്പോൾ ഈ ഓപ്പൺ സൈഡിൽ നമ്മൾ ഇതിനോട്ട് നീക്കിയിട്ടിട്ട് ഈ ഓപ്പൺ സൈഡ് നമ്മൾ എത്രയാണ് ക്രോച്ച് ഏരിയ നമ്മൾ പാൻറ്റിൻ്റെ കാൽ പീസിന് എടുക്കുന്നത്? 15-ൽ 7 പോയിട്ട് 8 + 1 9 ഇഞ്ച് അല്ലേ? ആ 9 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് ഒരു 1 ഇഞ്ചൊക്കെ മതി. 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ചൊക്കെ മതി. ഇവിടെ നിന്ന് നേരെ ഒരു ചെറിയൊരു വളവ് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ക്രോച്ച് ഏരിയയ്ക്ക് ചെറിയൊരു വളവ് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മുടെ ഈ കാലുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇത് നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ എടുക്കുന്നത്. ഇത് ഇങ്ങനെ വരും. കാലിൻ്റെ ഈ റൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. എത്രയാണ് നമുക്ക് വേണ്ടത്? 7 7.5 8 ഒക്കെ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 7.5 എടുത്തേ. 7.5 എടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കാലിന്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വെട്ട് ഒന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ വരെയാണ് നമ്മൾ തരുന്നത്. ഇവിടെയാണ് കാലിന് ഇങ്ങനെ കൂർത്തിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് കണ്ടിട്ടില്ലേ ഈ പട്ടിയാലേക്ക്? ഇതിൽ വെട്ടാൻ വേറൊന്നുമില്ല. നമ്മൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന പീസ് വേസ്റ്റ് പാൻറ്റ് നീട്ടി ഈ സൈഡിൽ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തു. ഇതിലേക്ക് കാല് ബോട്ടം ലൂസ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, സാധാരണ ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്തത്? ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡിൽ ഒരു 1 ഇഞ്ചൊക്കെ മതിയാവും. 1 ഇഞ്ച് ഗ്യാപ്പിനൊക്കെ ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വെട്ടുന്നത് കേട്ടോ. ഇതിനെ ഇങ്ങനെയാണ് വെട്ടിയെടുത്തത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാവേ. അതായത് നമ്മൾ തുണി 4ആയിട്ട് കോണായിട്ട് മടക്കി അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കോണായിട്ട് മടക്കിയിട്ട് ഈ എക്സ്ട്രാ വന്ന പീസിൽ നമ്മൾ വേസ്റ്റ് പാൻറ്റിന് വെട്ടി മാറ്റി വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഈ ഓപ്പൺ സൈഡ് നമ്മൾ ക്രോച്ച് ഏരിയയ്ക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവ് കൊടുത്തു അല്ലേ? എന്നിട്ട് ആ സൈഡ് തന്നെ നമ്മൾ ബോട്ടം ലൂസ് നമ്മൾ കാല് കയറ്റാനുള്ളതില്ലേ, ഞാനിവിടെ ഒരു 7 7.5 എടുത്തു. നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്യുന്നത്? ഇത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, 7 7.5 ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഈ എൻഡ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഈ അടഞ്ഞ വശം വരുന്ന ഈ എൻഡ് ഇങ്ങനെ കൂട്ടലേ ഇരിക്കും. ഇവിടെ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിരിക്കത്തില്ലേ? അതിനെ നമ്മൾ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിന് മാറ്റിയിട്ട് അതിനിവിടെ ഇങ്ങനെ വെട്ടി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഓക്കെ, തയ്ക്കാനും എളുപ്പമാണ്. ഇതാണ് ഫുൾ പട്ടിയാല. ഓക്കെ, നമ്മളിതിൻ്റെ ക്രോച്ച് ഏരിയ വെട്ടാൻ മറന്നുപോയായിരുന്നേ. നമ്മൾ വെട്ടിയ സമയത്ത് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഇത് വെട്ടാൻ മറന്നു. ഒരു ചരിച്ചങ്ങ് 1 ഇഞ്ചിന് അങ്ങ് വെട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഒരു വശം അടഞ്ഞ വശമാകൊണ്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. ഇനി കാലിൻ്റെത് നമ്മളിങ്ങനെ ചരിച്ചല്ലേ വരച്ചത്, അപ്പോൾ അത് കറക്റ്റ് 4 പീസിൽ ലെവൽ വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോച്ചസ് കൊടുക്കുന്നു. അവിടെ അത്രയും ഭാഗം നമുക്ക് മടക്കി അടിക്കണ്ടേ, താഴെ ഭാഗം. അതിന് വേണ്ടിയിട്ടാണേ നമ്മൾ നോച്ചസ് കൊടുക്കുക. അത്രയും ഭാഗം നമ്മൾ തുമ്പും മടക്കി അടിക്കണം.
ഇതുപോലെ മടക്കി അടിച്ചിട്ട് നമ്മൾ മറ്റേ പാൻറ്റിലൊക്കെ സൈഡ് ക്രോച്ച് ഏരിയയുടെ ആ സൈഡ് ക്രോച്ച് ഏരിയയുടെ അതുവരെ നമ്മൾ അടിക്കത്തില്ലേ, അതുപോലെ അവിടെ നിന്ന് ആ സൈഡിലങ്ങ് തയ്ക്കണം. ഈ പാൻറ്റുകളെല്ലാം നല്ല എളുപ്പമുള്ള പണികളാണ്, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ അടുത്ത കാലും. ഇനി ക്രോച്ച് ഏരിയകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. നല്ല വശവും കൂടെ വെച്ച് ചേർത്തടിക്കുക. ഇതിൻ്റെ പ്രത്യേകത കാലിൻ്റെ താഴ്ഭാഗമുള്ള ആ ഒരു വ്യത്യാസം, പിന്നെ നിറച്ച് പ്ലീറ്റ് വരും. ആ പ്ലീറ്റ് ഇടുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സൈഡിൽ വേണ്ട ആ തുമ്പ് ഇവിടെ വെട്ടിയില്ലേ, ഇവിടെ നമ്മൾ ഒരു സൈഡ് ഇങ്ങോട്ടും ഇതുപോലെ, ഒരു സൈഡ് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് ആയിട്ട്, ഇങ്ങനെയാണ് നമ്മളിതിൽ പ്ലീറ്റ് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ വി പോലെ ഇരിക്കുന്നില്ലേ നമ്മൾ കട്ട് ചെയ്ത ഭാഗം, അത് തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് കണ്ടോ, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഭാഗം ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ഒരു ഭാഗം ഇങ്ങോട്ടും എടുത്ത് വയ്ക്കുക. ഫേസ് ടു ഫേസ് ആയിട്ട് വച്ചിട്ട് ആദ്യം അതിൻ്റെ മീതെ തയ്ക്കണം. ശ്രദ്ധിച്ചാലറിയാം, ഒരു ഭാഗം ഇങ്ങോട്ടും ഒരു ഭാഗം നമ്മൾ അങ്ങോട്ടും വെച്ചു അല്ലേ. അപ്പോൾ ഈ സൈഡ് മൊത്തം നമ്മളപ്പോൾ എന്ത് ചെയ്യണം, അങ്ങോട്ടായിരിക്കണം പ്ലീറ്റ് വയ്ക്കേണ്ടത്. ഇതേ കണ്ടോ, അങ്ങോട്ടല്ലേ വെച്ചത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് തന്നെ ആയിരിക്കണം ഈ സൈഡ് മൊത്തം, ഈ സൈഡ് ആ സെൻറ്റർ വരുന്നത് വരെ ഇതുപോലെ പ്ലീറ്റ് ഇങ്ങോട്ട് വയ്ക്കുക. ഇതിൽ പ്ലീറ്റ് ഇടുന്ന ആ രീതിയാണ് നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നത്. ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഒക്കെ ആയിട്ട് രണ്ട് സൈഡും. ഇപ്പോഴത്തെ കാലിലും അങ്ങനെ സെൻറ്റർ വരെ ആ കാലിൽ അങ്ങനെ തന്നെ അവിടെ വരെ അങ്ങനെ വെച്ചു അല്ലേ. എന്നിട്ട് അത് ആ സെൻറ്റർ വരെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, ഇനി ഈ സെൻറ്റർ നമ്മൾ ഇങ്ങോട്ട് ഇടണം തിരിച്ച്. അപ്പോൾ നമുക്ക് ഈ സൈഡ് സെൻറ്റർ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുണ്ടോ, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് പ്ലീറ്റ് വയ്ക്കാനും എല്ലാ പ്ലീറ്റും. ഓക്കെ, ഇനി ഇത് അവിടെ വീണ്ടും ഈ സൈഡ് കണ്ടോ, നമ്മൾ വെട്ടിയ ആ സൈഡ് എത്തി, അവിടെയും ഇതുപോലെ രണ്ടും കൂടി ചേർത്ത് വെച്ച് തയ്ക്കുക. തയ്ച്ചിട്ട് ആ പ്ലേറ്റ് എല്ലാം ഇപ്പുറത്തോട്ട് വരുമല്ലോ. ഇപ്പം നമ്മൾ ഇങ്ങോട്ടല്ലേ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒന്നങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ് വരാനുള്ളത്. അത് നമ്മൾ ഇവിടുത്തെ ആ പ്ലേറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നോളും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഇരിക്കണം ഈ ഭാഗത്ത്. ഇനി എന്ത് ചെയ്യണം, അവിടെ നിന്നെല്ലാം ഇങ്ങോട്ടായിരുന്നില്ലേ, ഇനി ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട്.
ഓക്കെ, പ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് യോജിപ്പിക്കണം. വേസ്റ്റ് ബാൻഡ് യോജിപ്പിക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ പ്ലീറ്റ് രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ലേ, അത് കറക്റ്റാ രണ്ട് സൈഡും വരണം കേട്ടോ. രണ്ട് സൈഡും വരത്തക്ക രീതിയിൽ വേണം വയ്ക്കാൻ. ആദ്യം സെൻറ്റർ കണക്കാക്കി എടുത്ത് നമ്മൾ നോർമൽ പാൻറ്റിലൊക്കെ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ വേസ്റ്റ് ബാൻഡ് അടിക്കണം. പക്ഷേ ഈ രണ്ട് സൈഡും കറക്റ്റ് ഈ രണ്ട് ആ പ്ലീറ്റ് വരണം. നമ്മൾ സെൻറ്റർ കണക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീറ്റ് വെച്ചില്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.